സംസാരിക്കാനായിട്ട് ശ്രീ ഷാജിസ് കറി. ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ വിശദമായി ഒന്നും സംസാരിക്കുന്നില്ല. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത് 13 വർഷം മുമ്പ് സ്വീഡനിലെ ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ്. പിന്നീട് ജോയിയുടെ വീട്ടിൽ വെച്ചാണ് ചർച്ച ഉണ്ടാകുന്നത്. അന്ന് ഈ പ്രോജക്റ്റ്, ഈ ഒരു ആശയം ഞങ്ങൾക്ക് നൽകിയത് വാസ്തവത്തിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള അന്ന് ഗ്ലാസ്ഗോയിൽ താമസിച്ച ലിബി നെടുന്തകടി എന്ന എരുമേലിക്കാരനായിരുന്നു. ഈ പ്രോജക്റ്റാണ്, ഈ ചാരിറ്റിയെ വളർത്തിയെടുത്തത് സന്തോഷ് കുമാർ എന്ന വോക്കിംഗുകാരനാണ്. സന്തോഷ് IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. സന്തോഷിന്റെ ആശയത്തിലാണ് ഇത് രൂപപ്പെട്ടത്. ആദ്യത്തെ ചെയർമാൻ ഞാനും, പിന്നീട് ഷൈജുമോൻ വൈസ് ചെയർമാനുമായിരുന്നു. പിന്നീടാണ് ഈ പ്രസ്ഥാനം ഇത്രയും വന്ന് 15 കോടി രൂപ ആവശ്യക്കാർക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് വളർന്നത്. 1.5 മില്യൺ പൗണ്ട്സ്. എന്തായാലും ഈ വളർച്ച UK മലയാളി സമൂഹത്തിന്റെ വളർച്ചയാണ്. ഞാൻ കൃത്യമായി നന്ദി പറയുന്നു. 2 വാക്ക് ചാരിറ്റിയുടെ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ, അന്ന് പ്രോജക്റ്റ് കൊണ്ടുവന്നയാണെന്ന ഈ സക്സസിന്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ 2 വാക്ക് പറയാൻ സന്തോഷിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അഭിമാനം, ഒരു കോരിത്തെരിപ്പാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം 12-13 വർഷം മുമ്പ് ഇതിൻ്റെ ഫോർമുലേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ കൺസെപ്ച്വലൈസേഷൻ നടക്കുമ്പോൾ, അന്ന് വളരെ കൃത്യമായുള്ള ഒരു വിഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പൊതുവേ മലയാളികൾക്ക് ഇല്ലാത്തതും എന്നാൽ ബ്രിട്ടീഷുകാർക്കുള്ളതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഓർഗനൈസേഷണൽ സിസ്റ്റം. അത് മാത്രമാണ് നമ്മളിവിടെ പ്രാവർത്തികമാക്കിയത്. ഒരു സിസ്റ്റം നടക്കണമെങ്കിൽ അതിന് പ്രത്യേക ഗൈഡ് ലൈൻ വേണം. ആ ഗൈഡ് ലൈൻ വേണമെങ്കിൽ അതിന് വേണ്ട പ്രൊസീജിയറുകൾ വേണം. പ്രൊസീജിയറുകൾ നടക്കണമെങ്കിൽ, വ്യക്തമായി നടക്കണമെങ്കിൽ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് വേണം. ഈ ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ അതിനുവേണ്ടി അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ആൾക്കാർ വേണം. ഇതെല്ലാം നൽകിയത് ഷാജൻസ് കറിയും കൂടെയുള്ള ട്രസ്റ്റികളുമാണ്. അപ്പോൾ അത് വ്യക്തമായ രീതിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, ബൈലോ ഉണ്ടാക്കി, പ്രൊസീജിയർ ഉണ്ടാക്കി, എല്ലാം സുതാര്യമാക്കി നടത്തി, അത് ചാരിറ്റി രജിസ്റ്റർ ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഇനി ഇതിന് പിന്നോട്ടോ അല്ലെങ്കിൽ പുറകോട്ടോ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് അന്നേ ഞാൻ നമ്മുടെ ഗ്രൂപ്പിനോട് വാക്ക് കൊടുത്തിരുന്നു. ഇന്ന് വളരെ എന്താ പറയുക, സന്തോഷപൂർവ്വം, വളരെ അഭിമാനപൂർവ്വം നമ്മളെല്ലാവരും ഇതിനു മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രത്യേക എനർജി ഉണ്ട് ഈ ട്രസ്റ്റീസിൻ്റെ ഇടയിൽ. ആ തുടക്കത്തിൽ വളരെയധികം ചർച്ചകളുണ്ടായിരുന്നു. വളരെയധികം ഒരു കേസ് വരുമ്പോൾ അതിൻ്റെ മെറിറ്റ് എങ്ങനെ തിരഞ്ഞെടുക്കും, ഒരു കേസ് വരുന്നാൽ അത് എത്ര ജെന്യൂൻ ആണെന്ന് എങ്ങനെ അറിയും, അങ്ങനെ കുറേ ക്വസ്റ്റ്യനുകൾ ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നു. അതെല്ലാം ബ്രെയിൻ സ്റ്റോമിങ് ചെയ്ത്, ചർച്ച ചെയ്ത്, എന്നിട്ട് അത് ഏറ്റവും അർഹരായവർക്ക് അതിൻ്റെതായ രീതിയിൽ ഇന്ന് നൽകി വരുന്ന ഈ ചാരിറ്റി, ഇന്ന് അത് വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന എല്ലാ ട്രസ്റ്റിമാർക്കും അഭിനന്ദനങ്ങൾ. ഒരു ചെറിയൊരു പോയിന്റും കൂടി ഞാൻ പറയുന്നു. നമുക്ക് ഈ 12-13 വർഷമായപ്പോൾ അന്നത്തെ വിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ചാരിറ്റി ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്നും ഇറ്റ് ഷുഡ് ഗ്രോ ഔട്ട്സൈഡ്, മീൻസ് യു നീഡ് ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് നൗ. ഈ ചാരിറ്റി ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ മറ്റു ചാരിറ്റികളായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫണ്ട് റേസിങ്ങിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, അത് കണ്ടെത്തണം. ഈ ഒരു ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്നുള്ള ചെറിയൊരു ലെവലിൽ നിന്ന് UK മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ചാരിറ്റി ആയിട്ട് മാറാൻ വേണ്ടി കൂടുതൽ മെത്തേഡുകളുണ്ട്, ബെനിഫിഷ്യറീസ് ഉണ്ട്, ഈവൻ ലോൺസ് വരെ ചാരിറ്റീസിന് കിട്ടും. അതുപോലെ ഇങ്ങനത്തെ ഈ കാര്യങ്ങളിലേക്ക് പുതിയ ട്രസ്റ്റുകളും കാര്യങ്ങളും ഈ ചാരിറ്റിയിലെ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്താഗതികളിലേക്ക് വരട്ടെ. കൂടുതൽ വളർച്ച ചാരിറ്റി ഈ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും, ഇന്ന് ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള എല്ലാവർക്കും, എല്ലാ ലേഡീസിനും വിമൻസ് ഡേ കൂടി ആശംസിച്ചുകൊണ്ട്. താങ്ക് യു സന്തോഷ്. ഈ ഫൗണ്ടിങ് ട്രസ്റ്റീസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുവേണ്ടി ഇവർക്കൊരു മൊമെന്റോ നൽകാനായിട്ട് ഫൗണ്ടിങ് ചെയർമാൻ ശ്രീ ഷാജിസ് കറിയെ ക്ഷണിക്കുന്നു. ആദ്യം ടോഞ്ചൻ കൊടുവനാലിന്, അതേപോലെ തന്നെ ഫ്രാൻസിസ് ആന്റണിക്ക്, സാബു ചൂണ്ടക്കാടിന്, സാം തിരുവാതിലിന്, സോണി ചാക്കോ അദ്ദേഹം ഇവിടെ ഇല്ല, KD ഷാജിമോൻ, അതേപോലെ തന്നെ ശ്രീ അജിമോൻ ഇടക്കര, ജെയിംസ് ജോസഫ്, സന്തോഷ് കുമാർ, KR ഷൈജുമോൻ, അതേപോലെ തന്നെ ഷംസാദ് ഉസ്മാൻ.
സന്തോഷം. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ചെയർമാൻ സാബു ചൂണ്ടക്കാടിന് ശ്രീ ഷാജൻ സ്കറിയായിക്കുള്ള പുരസ്കാരം നൽകാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ വളരെ ഫാസ്റ്റ്ലി കാര്യങ്ങൾ നടത്തിയോണ്ടാണ് ഇങ്ങനെ പോയത്. ഇത്